ഇന്ന് സകല പള്ളികളും വഖഫിൽ പരാതി കൊടുക്കലും കേസും തിരഞ്ഞെടുപ്പും ഒക്കെയാണല്ലോ. ഇതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളല്ലേ ഉസ്താദേ? അൽ ജവാബ് ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ സങ്കടത്തോടു കൂടി മാത്രമേ അത് നോക്കിക്കാണാൻ കഴിയുള്ളൂ. വഖഫിലേക്കൊരു പരാതി പോകാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ പരാതി കൊടുക്കുന്ന ആളിനെയാണ് എല്ലാവരും ക്രൂശിക്കുന്നതും എല്ലാവരും കുറ്റപ്പെടുത്തുന്നതും. നമ്മുടെ പള്ളിക്കെതിരെ നീ കേസ് കൊടുത്തു, നമ്മുടെ പള്ളിക്കെതിരെ വഖഫിൽ പോയവനാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തും. പക്ഷെ ഒരാളതിന് തയ്യാറാകുന്നത് അവിടെ നിലവിലുണ്ടാകുന്ന പരിപാലന സമിതിയുടെ കഴിവുകേട് കൊണ്ടാണ്. അവർ ചെയ്യുന്ന വിഷയത്തിൽ സുതാര്യതയില്ലാത്തത് കൊണ്ടാണ്. അവർ നീതികേട് കാണിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ പള്ളി എന്ന് പറയുന്നത് നമുക്ക് തട്ടിക്കളിക്കാനുള്ളൊരു വസ്തുവിനെ പോലെയാണ് ചില ആളുകൾ ഇന്ന് കാണുക. ഇനി സുതാര്യമായി നടത്തുന്ന കമ്മിറ്റിക്കാർക്കെതിരെയും ചില അലങ്കോലമാക്കാൻ മനസ്സുവെക്കുന്ന ചില ആളുകൾ വഖഫിൽ പരാതി കൊടുക്കുന്നുണ്ട്. അത് അവരുടെ തെറ്റാണ്, മറ്റത് ഇവരുടെ തെറ്റാണ്. രണ്ടിനും സാക്ഷിയാകുന്നതും രണ്ടിനും ഇരയാകുന്നതും അള്ളാഹുവിൻ്റെ പള്ളിയാണ്. സുബ്ഹാനല്ലാഹ്, പടച്ചവൻ്റെ പള്ളിയുടെ പവിത്രത എത്രയാണ്! നമ്മളെല്ലാ ബഹുമാന്യതകളും കളഞ്ഞു കുളിച്ചു. വിവരമില്ലാത്തവരെ പള്ളിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നു. രാത്രി വീട്ടിൽ പോയാൽ ഒരു ഔൺസ് കുടിച്ചിട്ട് കിടന്നുറങ്ങുന്ന കുടിയന്മാരെ പ്രസിഡൻറ്റും സെക്രട്ടറിയുമാക്കി. അങ്ങനെയൊക്കെ നമ്മുടെ മഹല്ലുകളെ താറുമാറാക്കിയപ്പോൾ, പണത്തിൻ്റെ ഗമ കാണിക്കുന്നവർക്ക് സ്ഥാനം കൊടുത്തപ്പോൾ, അറിവുള്ളവരെയും ഈമാനുള്ളവരെയും തഖ്വയുള്ളവരെയും തഴഞ്ഞപ്പോൾ നമ്മുടെ മഹല്ലുകൾ, പല മഹല്ലുകളും കുട്ടിച്ചോറായി. പിടിച്ചുപറി, തന്തക്ക് വിളി, കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക, ഡെസ്ക് അടിച്ചു പൊട്ടിക്കുക, പള്ളിക്കകത്ത് തന്നെ ബഹളം, കത്തിക്കുത്ത്, തെരഞ്ഞെടുപ്പിന് പോലീസ്. അടുത്ത സമയത്ത് തിരുവനന്തപുരം ജില്ലയുടെ സ്ഥലം ഞാൻ പറയുന്നില്ല, ഒരു ചെറിയ മഹല്ല്, വളരെ ചെറിയ മഹല്ല്, ഞാനവിടെ നസീഹത്തിനൊക്കെ പോയിട്ടുള്ളതാണ്, വളരെ ചെറിയ മഹല്ല്. ആ മഹല്ലിൽ പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 100-200 അംഗങ്ങളുള്ള മഹലിൽ പ്രസിഡൻ്റ് ആവാൻ അടികൂടുന്ന കാലഘട്ടം. പള്ളിയുടെ മഹത്വം നഷ്ടപ്പെടുത്തിയ, കമ്മിറ്റിക്കാരെന്തെന്ന് ബോധമില്ലാത്ത, പള്ളി പരിപാലനം എന്തെന്നറിയാത്ത ഒരു സംഘത്തിൻ്റെ കയ്യിലേക്ക് കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കെട്ടിയതുപോലെ പള്ളിയുടെ നിയമാവലിയും പള്ളിയുടെ കാര്യങ്ങളും ഒക്കെ വലിച്ച് പറിച്ച് നശിപ്പിക്കുന്ന ഒരു സംഘത്തെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പല സ്ഥലങ്ങളിലും. ഇതിനിടയിൽ വളരെ ഭംഗിയായി തഖ്വയോടെ നടത്തുന്നവരുമുണ്ട്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ, ബാക്കിയുള്ളവർക്ക് ബോധം കൊടുക്കട്ടെ. അള്ളാഹുവിൻ്റെ കഠോരമായ ശിക്ഷ വരാതെ പടച്ചോ നമ്മളെയും നമ്മുടെ നാടിനെയും കാത്തിരക്ഷിക്കട്ടെ. അൽ ജവാബിൽ ആ ചോദ്യം ചോദിച്ച വ്യക്തിയോട് സ്നേഹവും ബഹുമാനവും മാത്രമാണ്. ഇത്തരം വിഷയങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. ഈമാൻ്റെ കുറവാണ്, തഖ്വയുടെ കുറവാണ്. ഇമാമിന് പോലും അതിനെതിരെ മിണ്ടാൻ പറ്റാത്ത സാഹചര്യമാണ്. അള്ളാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.